കൊടിയത്തൂർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന കോട്ടമൊഴി പാലം നാടിന് സമർപ്പിച്ചു. 5 കോടി രൂപ ചിലവഴിച്ച് പുതുക്കിപ്പണിത പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന കോട്ടമൊഴി പാലമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ നാടിന് സമർപ്പിച്ചത്. കാലപ്പഴക്കത്താൽ തകർച്ചയുടെ വക്കിലായിരുന്ന പാലവും സമീപന റോഡും പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 5 കോടി രൂപ അനുവദിക്കുകയായിരുന്നു. 2024 മാർച്ച് മാസത്തിലാണ് പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ പാർശ്വഭിത്തി തകർത്ത് പുഴയിലേക്ക് പതിച്ചതോടെ മാസങ്ങളോളം നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു. തുടർന്ന് ഡിസൈൻ തന്നെ മാറ്റിയാണ് ഗാബിയോൺ ടെക്നോളജിയിൽ 85 മീറ്റർ നീളത്തിൽ പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയത്. പാലത്തിന്റെ ഇരുഭാഗത്തുമായി 20 മീറ്റർ നീളത്തിൽ ഉയർത്തുകയും ചെയ്തതോടെ മഴക്കാലത്ത് വെള്ളം കയറുന്ന അവസ്ഥയ്ക്കും മാറ്റം വരും. 40 വർഷം മുമ്പ് നിർമ്മിച്ച പാലത്തിന്റെ കമ്പികൾ പുറത്തുചാടി സംരക്ഷണ ഭിത്തി തകർന്ന് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് 11 മീറ്റർ വീതിയിലും 18 മീറ്റർ നീളത്തിലും പാലം പുനർനിർമ്മിച്ചത്. പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് 5 കോടി രൂപ ചെലവിൽ കോട്ടമൊഴി നിർമ്മിച്ച പാലവും സമീപ റോഡും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇതിനായി പ്രത്യേകം ശ്രദ്ധ ചെലുത്തി ഇടപെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ലിൻഡോയെ പ്രത്യേകം അഭിനന്ദിക്കുക. ലിൻഡോ ജോസഫ് MLA ചടങ്ങിൽ അധ്യക്ഷനായി. പാലത്തിനും റോഡിനും സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ കൊടിയത്തൂർ ജുമാ മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൽ സലാമിനെ ചടങ്ങിൽ ആദരിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അബ്ദുൽ അക്ബർ, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T കവിത, കാരശ്ശേരി വൈസ് പ്രസിഡന്റ് M ദിവ്യ, പഞ്ചായത്ത് മെമ്പർമാർ VK വിനോദ്, KT മൻസൂർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CS അജിത്ത്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിനി തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.